ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൈ വയ്യാതിരുന്നിട്ടും അവൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ചിലര് കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. എടി, നിന്റെ ഉള്ളിലെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനല്ലേടി നിന്നെ പെറ്റത്. സമയത്തിനെത്തിയല്ലോ. കൊള്ളാലോ സംഭവം. കൊള്ളാമേ, നന്നായിട്ടുണ്ട്. അതെ, സച്ചിയോടൊരു സോറി പറഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. അച്ഛന്റെ ചമ്മലങ്ങ് മാറിക്കിട്ടും. സൂപ്പർ അല്ലേ? കഴിഞ്ഞ ദിവസം ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ അച്ഛൻ എന്നെ പറ്റിച്ചു. അച്ഛൻ മറന്നുപോയതുണ്ടല്ലേ? ഇന്ന് വാങ്ങിത്തരാം. അതെ, അനുപേട്ടൻ സച്ചിയുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മലുകൊണ്ട് പോയതാ. എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്ന ശീലവും ഇല്ല. അവന്റെ മനസ്സിൽ മഞ്ഞുരുകണമെങ്കിൽ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണം. അതെനിക്കറിയാമേ. അതുകൊണ്ട് തന്നെ അനുപേട്ട് എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനാ ഞാൻ. ഒരു ദിവസം അർച്ചനെ ഞാൻ അനുപേട്ടന് മുന്നിൽ കൊണ്ട് നിർത്തും. ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റായി. സച്ചിങ്ങളെ പോവാം. അല്ല, എപ്പോഴാ പഴങ്ങഞ്ഞിക്കടയുടെ ഉദ്ഘാടനം? ഇന്ന് തന്നെ ഉണ്ടോ? ഏയ് ഇല്ല, നാളെ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോരും മോനെ. നമുക്ക് പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോവാം. എന്താ? പിന്നെ നടന്നത് തന്നെ. ഇവിടുന്ന് ഒരു ചായ കുടിക്കാത്ത ആളാ പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ചെല്ലേ. അമ്മമ്മേ, അമ്മുമ്മേ. അമ്മേ, അപ്പൊ ശരി, വൈകിട്ട് കാണാം. പിന്നെ പഴങ്കഞ്ഞി കട ഗംഭീരാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. അതെ അമ്മേ, ഞങ്ങൾ ഈ ടേബിൾ സെറ്റ് ചെയ്യട്ടെ. എടുത്തേക്ക്. വാ ചെല്ലു മക്കളെ, ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണ്ടേ? ഇങ്ങോട്ട് വന്നേ. എടി, ഇങ്ങോട്ട് വരാൻ. എന്തായി? അനക്ക വിളിച്ചായിരുന്നോ? ആ സ്ഥലം കണ്ടുപിടിച്ചോ? അനക്കയല്ലേ പോയത്. അവളിപ്പോ അവിടെ എത്തിക്കാണും.